എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്യൂസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പട നയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? സുബേദാർ. ലക്നൌവിൽ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത് എന്നാണ്? 1947 ജൂലൈ 3. സ്വതന്ത്ര സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നാടുകടത്തപ്പെട്ട ബഹദൂർ ഷാ രണ്ടാമൻ ഏത് രാജ്യത്താണ്? ബർമ്മ. ബ്രിട്ടീഷുകാർ ഒരിക്കലും ജീവനോടെ പിടിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ചന്ദ്രശേഖർ ആസാദ്. ശിപ്പായി ലഹളയുടെ കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ വെച്ചാണ്? ലണ്ടൻ. ഇന്ത്യയെപ്പോലെ തന്നെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സൗത്ത് കൊറിയ, കൊങ്കോ. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അരവിന്ദ് ഘോഷ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 19. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം? 1911. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം ആരുടെ മുദ്രാവാക്യം? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി വട്ടമേശ സമ്മേളനം നടന്ന വർഷം? 1930. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിക്കാനുള്ളതല്ല, നിങ്ങൾ സമരം ചെയ്യുന്നത് നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലക്.